ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള ഒരു പൊടിയാണ് ഗോതമ്പ് പൊടി. അപ്പോൾ ഈ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് കുറച്ച് ശർക്കര എടുത്തിട്ട് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ശർക്കര എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല കളറുള്ള ശർക്കര എടുത്താൽ നമ്മുടെ ഉണ്ണിയപ്പത്തിനും കുറച്ചുകൂടി കളർ കിട്ടും. അതിനുശേഷം ശർക്കര ഉരുക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ വേറൊരു പാനിൽ അത്യാവശ്യം ഒരു വലിയ സ്പൂണിൽ നെയ്യ് ചേർത്തിട്ട് കുറച്ച് തേങ്ങ ചേരേണ്ടത് ഇതൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ തേങ്ങയ്ക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാം. ഇത്രയും തേങ്ങ മതിയാവും കേട്ടോ. നമ്മൾ കുറച്ച് ഉണ്ണിയപ്പം മാത്രമേ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഉണ്ണിയപ്പത്തിൽ ആഡ് ചെയ്യുന്നുണ്ട്. തേങ്ങാക്കൊത്ത്, എള്ള് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സമയത്താണ് അതൊക്കെ നമ്മൾ നെയ്യിലിട്ട് വറുക്കുക. അപ്പം നമ്മളിതിൽ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഞാനിവിടെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവിൽ ചേർക്കുന്ന പഴം കുറച്ചെടുത്തൊരു 2-3-4 പഴം എടുത്തിട്ടുള്ളൂ. അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പാളയംകോടൻ പഴം ഉണ്ടെങ്കിൽ പാളയംകോടൻ പഴം തന്നെ ചേർക്കാൻ നോക്കാം കേട്ടോ. ഇനി നമ്മൾ ഏലക്ക അങ്ങനെ തന്നെയാണ് നമ്മൾ ഇടുന്നത്. കാര്യം നമ്മൾ മിക്സിയിലിട്ട് അടിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ തോല് കളയണമെന്നൊന്നുമില്ല. അതിനുശേഷം നമ്മൾ നേരത്തെ ഉരുക്കാൻ വെച്ച ശർക്കര നന്നായിട്ട് ഉരുക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുക. നന്നായി അരിച്ചിട്ട് നമ്മുടെ ജാറിലേക്ക് ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ല ഒട്ടും ശർക്കരയുടെയോ അല്ലെങ്കിൽ പഴത്തിൻ്റെയോ കട്ടയില്ലാതെ നന്നായിട്ട് നമുക്ക് അരിച്ച് കിട്ടണം. ഇനി നമുക്ക് മാവ് കുഴയ്ക്കാം. അതിനായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് കുറച്ചായിട്ട് പഴവും ഏലക്കയും ശർക്കരയും കൂടി മിക്സിയിലിട്ട് അടിച്ചതിൻ്റെ അത് ചേർത്ത് കുറച്ചായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. കാര്യം നമുക്കിത് കറക്റ്റ് പാകത്തിന് കിട്ടണം. കൂടിപ്പോയാലും പ്രശ്നമാണ്, കുറഞ്ഞു പോയാലും പ്രശ്നം. അപ്പം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ കാര്യം അതാണ്, നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ഒട്ടും തന്നെ ഗോതമ്പ് പൊടി ഇപ്പോൾ കട്ടയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഒട്ടും കട്ടയാവാതെ തന്നെ ആവശ്യത്തിന് ഒഴിച്ച് നമുക്കത് നല്ല രീതിക്ക് പേസ്റ്റാക്കി, എങ്ങനെയാണ് ഉണ്ണിയപ്പത്തിൻ്റെ മാവിരിക്കുന്നത് അതേ കണക്ക് ഒരു പേസ്റ്റാക്കി നമുക്ക് എടുക്കണം. പിന്നെ ഇപ്പം ഞാൻ നല്ല രീതിക്ക് അത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ലൊരു ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പഴം ചേർക്കുമ്പോൾ പഴം കൂടിപ്പോയാലും പ്രശ്നമാണ്, കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. പഴം കുറഞ്ഞു പോയാലും അതിന് സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല, കൂടിപ്പോയാൽ ഭയങ്കര സോഫ്റ്റായി പോകും. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ നെയ്യിൽ ഒന്ന് മൂപ്പിച്ചെടുത്ത തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയും തേങ്ങ ചേരേണ്ടതല്ലാതെ തേങ്ങ കൊത്ത് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴാണ് ചേർക്കേണ്ടത്. പക്ഷെ നമ്മളതൊന്നും ചേർക്കണില്ല കേട്ടോ. നമ്മൾ സിമ്പിളായിട്ടാണ് ഈ ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് നമുക്കിത് അധികം നേരം വെക്കണ്ടെങ്കിലും നമുക്കിതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് ഒക്കെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമുക്കൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ ടൈമിൽ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചട്ടിയിൽ ഒന്ന് ചൂടാക്കി നമ്മുടെ എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണയൊക്കെ നല്ല തിളച്ചിരിക്കുന്ന സമയത്ത് വേണം നമുക്ക് ഉണ്ണിയപ്പത്തിന് മാവ് ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. ഒട്ടും ചൂടില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഉണ്ണിയപ്പം ശരിയാവില്ല. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കപ്പോൾ ഓരോ കുഴിയിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. ബാറ്ററിൻ്റെ ആ ഒരു ടെക്സ്ചർ കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ഒഴിക്കാനും പറ്റില്ല. അപ്പോൾ അതാണ് പഴത്തിൻ്റെ അളവും എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. നന്നായിട്ട് ഇങ്ങനൊരു തിളയ്ക്കൽ വരുന്ന ടൈമിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മാവ് ഒഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ടിട്ട് നമുക്ക് വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. നല്ല ടേസ്റ്റാണ്. നമ്മൾ നേരത്തെ തേങ്ങാക്കൊത്തിൻ്റെ കാര്യം പറഞ്ഞ തേങ്ങാക്കൊത്തും കൂടി എടുക്കുകയാണെങ്കിൽ അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു രീതി ആകുമ്പോഴത്തേക്കും നമുക്ക് മറിച്ചിടാം. ഒരു ബ്രൗൺ കളർ അപ്പുറത്തെ സൈഡിലാകുമ്പോഴത്തേക്കും നമുക്ക് മറിച്ചിട്ടാൽ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഗോതമ്പ് പൊടി വെച്ച് ഉണ്ണിയപ്പം. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.